വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഞങ്ങളെ ബിൽഡിംഗ് ന്യൂ നേഷൻസ്, പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ 12ാമത്തെ ചാപ്റ്ററിൻ്റെ പകുതി നോട്ടേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഫുള്ള് വേണ്ടുന്നവരൊന്ന് കമൻറ്റ് പറയണേ കേട്ടോ. ഫുള്ള് വേണമെന്നുള്ളവർ പകുതിയേ തന്നിട്ടുള്ളൂ. ബാക്കി 12 ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ബേസിക് സയൻസിൻ്റെ കേട്ടോ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുടെയും നോട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഇടും കേട്ടോ. നിങ്ങൾ ആ ചാനലൊന്ന് നോക്കണേ, ഞാൻ കമൻറ്റ് കാണുന്നുണ്ടോ നിങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററാണിത്, ചാപ്റ്റർ 13, ബിൽഡിംഗ് ന്യൂ നേഷൻസ്, പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഞാൻ 10 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. അപ്പോൾ അതിനകത്ത് ആദ്യമേ ഒരു കാര്യം പറയുന്നുണ്ടോ നിങ്ങളെ, അതൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചാണ്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ കണ്ടോ, ഇവിടെ പടങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കണ്ടോ. അതായത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അതൊന്ന് വായിച്ചിട്ട് എളുപ്പം ഞാൻ വായിക്കാം. ഈ വായിച്ച് കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ പോലെയാണ്. ഞങ്ങൾക്ക് നോട്ടിങ് തന്നാൽ അത് ഈ വായിക്കുന്നത് ഒന്നും കേൾക്കണ്ട എന്നൊക്കെ ഒരു ഇതിലുണ്ടല്ലോ. ഇപ്പോൾ എന്തോന്നൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞേക്കാം നിങ്ങളെ. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നതാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഇത് 18ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനത തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്നറിയാൻ വേണ്ടിയാണ് 18ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനത തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഈ വായിച്ച കാര്യങ്ങൾ. ഇത് കാണാതെ പഠിക്കാനൊന്നുമില്ല. ഇതിനകത്തിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നമുക്ക് വേണേൽ റഫായിട്ട് 1 മാർക്കിനൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇവിടെ ഒന്നാമത്തെ നോക്കിക്കേ, നമുക്ക് അതിനകത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് വാട്ട് ആർ ദ റൈറ്റ്സ് ആർ മെൻഷൻഡ് ഇൻ ദ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് കേട്ടോ. മനസ്സിലായോ? അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മുടെ ടെസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് എന്തെല്ലാം അവകാശങ്ങളെക്കുറിച്ചാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. നോക്കിക്കേ, എന്തെല്ലാം അവകാശങ്ങളെക്കുറിച്ചാണ്. റൈറ്റ്സ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം. റൈറ്റ് ടു ലിബർട്ടി, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഇക്വാളിറ്റി, തുല്യതയ്ക്കുള്ള അവകാശം. റൈറ്റ് ടു ഹെൽത്ത്, ജീവിത സൗഖ്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ചേഞ്ച് ഓർ അബോളിഷ് ഗവൺമെൻറ്, നമുക്ക് ഭരണകൂടത്തെ മാറ്റാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ഉള്ള അവകാശമുണ്ട്. അപ്പോൾ ഒരു 5 അവകാശങ്ങളെക്കുറിച്ച് ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. ഒന്നാമത്തെ നമ്മൾ ആ വായിച്ചതിൽ നിന്നും നമുക്ക് എന്തെല്ലാം അവകാശങ്ങളെക്കുറിച്ചാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ 5 എണ്ണം: റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഹെൽത്ത്, റൈറ്റ് ടു ചേഞ്ച് ഓർ അബോളിഷ് ഗവൺമെൻറ്, ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, ജീവിത സൗഖ്യത്തിനുള്ള അവകാശം, ഭരണകൂടത്തെ മാറ്റാനോ അല്ലെ ഇല്ലാതാക്കാനോ ഉള്ള അവകാശം. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഒന്നാമത്തത്. ചാപ്റ്ററിൻ്റെ പേരൊക്കെ നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഒന്ന് ഓക്കെ ആണല്ലോ, ആണോ? അപ്പം അതിൻ്റെ തൊട്ട് താഴെ നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ. അടുത്ത് ഇപ്രകാരം സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താൻ അമേരിക്കയിലെ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇപ്പം നമ്മൾ കണ്ടല്ലോ. ഇത് അമേരിക്കൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ഒന്ന്, കൊളോണിയൽ നിയന്ത്രണം. എന്താ കൊളോണിയൽ നിയന്ത്രണം? അതിനകത്തിലെയും ഒരു ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട്. അതായത് മെയ്, ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ വായിക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് എടുത്ത് ഞാൻ പറയുന്നത്. അതിനകത്തിലെ മെയ് ഉണ്ടല്ലോ, മെയ് ഫ്ലവർ, പൂവ് കേട്ടോ. അപ്പോൾ ആ വാക്കൊന്ന് മനസ്സിലാക്കി. മെയ് ഫ്ലവർ എന്ന് പേരുള്ള കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെട്ടിരുന്ന പ്യൂരിറ്റന്മാർ എന്നാൽ എന്താണ്? ഇതെല്ലാം ഞാൻ 1 മാർക്കിന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിലെ പ്ലിമൗത്ത് എന്ന കോളനി സ്ഥാപിച്ചു. ഇത് പിൽക്കാലത്ത് 12 കോളനികൾ അവിടെ രൂപം കൊണ്ടു. ഈ കോളനികളിൽ വസിച്ചിരുന്നവരുടെ ഭൂരിഭാഗവും ഇംഗ്ലീഷുകാരായിരുന്നു. മാതൃരാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇവരെ നിയന്ത്രിക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെ നിയമിച്ചു. കോളനിക്കാരുടെ അസംതൃപ്തിക്ക് ഇത് പ്രധാന കാരണമായി.
ഈ ടെസ്റ്റ് നല്ലതുപോലെ വായിച്ച് നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് ഒരു വട്ടം ഒന്നും വായിച്ചാലൊന്നും സത്യത്തിൽ നമുക്ക് മനസ്സിലാവത്തില്ല. മലയാളത്തിൻ്റെ ടെസ്റ്റ് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വായിച്ചാൽ എല്ലാവർക്കും ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു ടെസ്റ്റ് ഒപ്പിച്ചിട്ട് ഇത് 1-2 വട്ടം വായിച്ച് നോക്കിയെങ്കിലേ പിടികിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പം ഒറ്റ വട്ടം ഒന്നും വായിച്ചാൽ പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. മെയ് ഫ്ലവർ എന്ന പേരുള്ള കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിലെ പ്ലിമൗത്ത് എന്ന ഒരു കോളനി സ്ഥാപിച്ചു. ഇത് പിൽക്കാലത്ത് 12 കോളനികൾ പിൽക്കാലത്ത് 12 കോളനികൾ രൂപം കൊണ്ടു. ഈ കോളനികളിൽ വസിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും ആരായിരുന്നു? ഇംഗ്ലീഷുകാരായിരുന്നു. മാതൃരാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇവരെ നിയന്ത്രിക്കുന്നതിനായി ഈ ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെയൊക്കെ അങ്ങ് നിയമിച്ചു. കോളനിക്കാരുടെ അസംതൃപ്തിക്ക് ഇതൊരു പ്രധാന കാരണമായി. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ ആൻസറാണ്. രണ്ടാമത്തത്, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഷിപ്പ് ദ പിൽഗ്രിംസ് ഫാദേഴ്സ് സെയിൽഡ് ടു അമേരിക്ക ഓൺ? തീർത്ഥാടക പിതാക്കന്മാർ അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത കപ്പലിൻ്റെ പേരെന്താണ്? മെയ് ഫ്ലവർ. MAYFLOWER. മെയ് ഫ്ലവർ. സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ ഫസ്റ്റ് കോളനി ദ പിൽഗ്രിംസ് ഫാദേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നോർത്ത് അമേരിക്ക? വേർ ഈസ് ഇറ്റ് ലൊക്കേറ്റഡ് ടുഡേ? അതായത് ഈ തീർത്ഥാടക പിതാക്കന്മാർ വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ച ആദ്യത്തെ കോളനി ഏതാണ്? ചോദ്യം നല്ലതുപോലെ കേട്ടിട്ട് എഴുതാം കേട്ടോ. തീർത്ഥാടക പിതാക്കന്മാർ വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ച ആദ്യത്തെ കോളനി ഏതാണ്? നോക്കിക്കേ, ഇത് ഇന്നത്തെ ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൂടെ ചോദിച്ചിട്ടുണ്ട്. പ്ലിമൗത്ത് കോളനിയാണ് ഇന്നത്തെ മസാച്യുസെറ്റ് കേട്ടോ. അതാണ് ആ ഇംഗ്ലീഷ് നോക്കിയേ, മസാച്യുസെറ്റ്സ് കേട്ടോ ഇതിൽ സ്ഥിതി ചെയ്യുന്നത്. മസാച്യുസെറ്റ് എന്ന് കേട്ടില്ലേ? സെറ്റ്സ് കേട്ടോ. മസാച്ചു, പ്ലിമൗത്ത്, മേഫ്ലവർ, പ്ലിമൗത്ത്, മസാച്യുസെറ്റ്. ഈ 3 പേരാണ് ഇപ്പം നമ്മൾ അല്ലേ ഇതുവരെ കേട്ടിട്ടില്ലാത്ത 3 പേരുകൾ പഠിച്ചത് അല്ലേ? മനസ്സിലായോ? നമ്മളോട് ചോദിച്ചേ ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത 4ാമത്തെ ചോദ്യമായിട്ട് അവർ 12 കോളനികൾ രൂപം കൊണ്ടു എന്ന് പറഞ്ഞു. ഈ 12 മസാച്യുസെറ്റ്സ് അവർ നേരത്തെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം മൊത്തം 13 ഉണ്ട്. മനസ്സിലാക്കണം നിങ്ങളെ. ഈ മസാച്യുസെറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അതായത് മെയ്ഫ്ലവർ എന്ന പേരുള്ള കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിൽ പ്ലിമൗത്ത് എന്ന ഒരു കോളനി അവർ ആദ്യമേ തന്നെ സ്ഥാപിച്ചായിരുന്നു കേട്ടോ. ആദ്യമേ. പിന്നീട് 12 കൂടി ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നീട് 12 കൂടി സ്ഥാപിച്ചു. ഇതിൻ്റെയൊക്കെ പേരൊന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. എല്ലാം ഇച്ചിരി 1-2 ഉള്ളൂ പാടില്ല. ബാക്കി എല്ലാം ഇച്ചിരി കട്ടിയുള്ള പേരുകളാണ്. നിങ്ങളിതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒക്കാവുന്നതിനെ പഠിക്കുക. ഏതെങ്കിലും ഒരു 4 പേര് ചോദിച്ചാലോ ചിലപ്പോൾ അല്ലേ? തീർത്ഥാടക പിതാക്കന്മാർ സ്ഥാപിച്ച കോളനികൾ ഏതെല്ലാം? നെയിം ദ കോളനീസ് ഫൗണ്ടഡ് ബൈ ദ പിൽഗ്രിംസ് ഫാദേഴ്സ്. തീർത്ഥാടക പിതാക്കന്മാർ സ്ഥാപിച്ച കോളനികൾ ഏതെല്ലാം? ഞാൻ വായിക്കാൻ നോക്കണേ. നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷ് വായിക്കാൻ വയ്യത്തുണ്ട്, മലയാളം കൊടുത്തിട്ടുണ്ട്. മലയാളം വായിച്ചിട്ട് ഇംഗ്ലീഷ് നോക്കിയേ. ന്യൂ ഹാംപ്ഷയർ, HAMPSHIRE എന്നാണ്. ന്യൂ ഹാംപ്ഷയർ കേട്ടോ. മസാച്യുസെറ്റ്സ് അതിപ്പം നമ്മൾ പറഞ്ഞതാണ്. മൊത്തവും കൂടി 13 മസാച്യുസെറ്റ് ഉൾപ്പെടെ. പിന്നെ റോഡ് ഐലൻഡ്, RHODE ആണ് റോഡ് ഐലൻഡ്. പിന്നെ കണക്റ്റ് ചെയ്യാന്ന് എഴുതത്തില്ലേ? CONNECT കണക്റ്റ്. അതിൻ്റെ കൂടെ ഒരു കട്ട് കണക്റ്റിക്കട്ട്. പിന്നെ ന്യൂയോർക്ക്, അത് കേട്ടിട്ടുണ്ട്, ന്യൂയോർക്ക്. പിന്നെ പെൻസിൽവാനിയ, ന്യൂ ജേഴ്സി. പിന്നെ ഡെലവെയർ, മേരിലാൻഡ്. പിന്നെ വെർജീനിയ, കരോലിന. നോർത്ത് കരോലിനയുണ്ട്, സൗത്ത് കരോലിനയുണ്ട് കേട്ടോ. പിന്നെ ജോർജിയ. അങ്ങനെ മൊത്തം 13 കോളനിയാണ്. ഈ കോളനിയുടെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ന്യൂ ഹാംപ്ഷയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ന്യൂ ജേഴ്സി, ഡെലവെയർ, മേരിലാൻഡ്, വെർജീനിയ, വടക്കൻ കരോലിന, തെക്കൻ കരോലിന, ജോർജിയ. അങ്ങനെ 13.
ഓക്കെയാണോ? നമ്മളോട് ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു എന്താണ് ഈ പ്യൂരിറ്റന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്യൂരിറ്റന്മാർ എന്ന ഒരു മാർഗം എങ്ങനെയാണെന്ന് ചോദിച്ചാലേ ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമാണ് നിങ്ങളെ പ്യൂരിറ്റന്മാർ എന്നറിയപ്പെടുന്നത് കേട്ടോ. അതൊന്ന് റഫായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമായിരുന്നു പ്യൂരിറ്റന്മാർ. അത് ബോക്സിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമായിരുന്നു പ്യൂരിറ്റന്മാർ. ആരാധനാ കാര്യങ്ങളിൽ യഥാസ്ഥിതിക നിലപാടായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായിട്ട് ഇവർ സംഘർഷത്തിലായിരുന്നു. വേറെ ക്രിസ്തീയ വിഭാഗം ഉണ്ടല്ലോ, രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായിട്ട് ഇവർ സംഘർഷത്തിലായിരുന്നു. ഇതേ തുടർന്ന് ഇവരിൽ ചിലർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ചു. എങ്ങനെ ഇരിക്കും? പ്യൂരിറ്റന്മാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമായിരുന്നു പ്യൂരിറ്റന്മാർ. ആരാധനാ കാര്യങ്ങളിൽ യാഥാസ്ഥിതിക നിലപാടായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായിട്ട് ഇവർ സംഘർഷത്തിലായിരുന്നു. ഇതേ തുടർന്ന് ഇവരിൽ ചിലർ സ്വന്തം രാജ്യം തന്നെ ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ചു എന്നതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. ഇനി അപ്പം അങ്ങനെ ഒരു ചോദ്യവും ചോദിക്കാം കേട്ടോ. എന്താണെന്നറിയോ? വാട്ട് വാസ് ദ മെയിൻ റീസൺസ് ഫോർ ഡിസ്കണ്ടന്റ് അല്ലെ എമംഗ് ദ കോളനിസ്റ്റ്? അതായത് ഈ കോളനിക്കാർക്കിടയിൽ അസംതൃപ്തി ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? അങ്ങനെ ഒരു ചോദ്യം ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോളനിക്കാർക്കിടയിൽ അസംതൃപ്തി ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു എന്ന് കേട്ടോ. എന്തായിരുന്നു? ഓക്കെ, ദ കിങ് ഓഫ് England appointed governors in the colonies to control the people who had arrived in America without the support of their mother country. This led to the discontentment among the colonists. ഡിസ്കണ്ടന്റ്മെന്റ് സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോണേ. അതായത് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ ചേർന്നവരെ നിയന്ത്രിക്കുന്നതിനായിട്ട് രാജാവ് ഗവർണർമാരെ നിയമിച്ചത് കോളനിക്കാർക്കിടയിൽ അസംതൃപ്തിക്ക് പ്രധാന കാരണമായി. മുമ്പ് നമ്മൾ വായിച്ചതാണ് ടെസ്റ്റ് വായിച്ചപ്പോൾ കേട്ടോ. എന്താണ് ആ ചോദ്യം ഒന്ന് നോക്കിക്കോണേ, ഉത്തരവും നോക്കണേ കേട്ടോ. എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് നമുക്കിപ്പം ബോക്സിൽ കിടക്കുന്ന മാത്രം പഠിച്ചിട്ട് പോവുകയും അല്ലേ അങ്ങനെയൊന്നും ചെയ്ത് എല്ലാ ടെസ്റ്റ് നല്ലപോലെ വായിച്ച് വേണം പോകാൻ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കിയേ വാണിജ്യ നിയന്ത്രണത്തെക്കുറിച്ചാവും നിങ്ങളെ. വാണിജ്യ നിയന്ത്രണം. ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചു. അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാനും നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമുള്ള കുത്തക കമ്പോളമാക്കി അവർ കോളനികളെ അങ്ങ് മാറ്റി. ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാമെന്നാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. കണ്ടല്ലോ, ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, ദ ട്രേഡ് ലോസ് ഇംപ്ലിമെന്റഡ് ബൈ ബ്രിട്ടൻ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഒന്നാമത് നോക്കുന്നില്ല എന്താണ്? ഗുഡ്സ് ഫ്രം colonies to colonies could only be transported on the British ships or on the ships of the colonies. ഈ കോളനിയിൽ നിന്നും കോളനികളിലേക്കുള്ള സാധനങ്ങൾ ഇപ്പം മൊത്തം 13 കോളനി എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അതായത് ഒരു കോളനിയിൽ നിന്നും മറ്റൊരു കോളനിയിലേക്കുള്ള സാധനങ്ങൾ ഒന്നുകിൽ ബ്രിട്ടീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളുടെ തന്നെ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നതായി. അവരുടെ വാണിജ്യ നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ നിയമം എന്താണ്? കോളനികളിൽ നിന്നും കോളനികളിലേക്കുള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളോ അല്ലെങ്കിൽ കോളനികളുടെ തന്നെ കപ്പലിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ നിയമം. മനസ്സിലാക്കണേ. ഗുഡ്സ് ഫ്രം കോളനീസ് ടു കോളനീസ് കുഡ് ഓൺലി ബി ട്രാൻസ്പോർട്ടഡ് ഓൺ ദ ബ്രിട്ടീഷ് ഷിപ്പ് അല്ലെങ്കിലോ ദ ഷിപ്പ് ഓഫ് ദ കോളനീസ്. മനസ്സിലായോ? അടുത്ത രണ്ടാമത്തെ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ്, അതായത് സച്ചസ് വൂള്, ടൊബാക്കോ ആൻഡ് ഷിപ്സ് സെയിൽസ് കുഡ് ബി സെൻഡ് ടു യൂറോപ്പ് വയ ഇംഗ്ലണ്ട് ഓൺലി. ഗുഡ്സ് ഫ്രം യൂറോപ്പ് കുഡ് ഓൺലി ബി ട്രാൻസ്പോർട്ടഡ് വയ ഇംഗ്ലണ്ട് ഓൺലി. വഴി അല്ലേ, വയാന്ന് വെച്ചാൽ അതായത് കമ്പിളി, പുകയില, കപ്പലിൻ്റെ കപ്പലിൻ്റെ ഈ പായ ഉണ്ടല്ലോ അത് എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ. നോക്കണേ, അടുത്ത പണി വരുന്നത്. രണ്ടാമത്തെ നിയമം പറഞ്ഞത്
നിങ്ങൾ ഈ ഒരു കോളനിയിൽ നിന്നും വേറൊരു കോളനിയിലോട്ടൊക്കെ കമ്പിളി, പുകയിലയും കപ്പലിൻ്റെ പായ എന്നിവയൊക്കെ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലോട്ട് അയക്കാവൂ. യൂറോപ്പിൽ നിന്നും സാധനങ്ങൾ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ കൊണ്ടുപോകാനും പാടുള്ളൂ. കേട്ടോ, ചോദ്യം മനസ്സിലാക്കണേ. കമ്പിളി, പുകയില, കപ്പലിൻ്റെ പായ എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ. ഈ യൂറോപ്പിൽ നിന്നും സാധനങ്ങൾ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ കൊണ്ടുപോകാനും പാടുള്ളൂ. കേട്ടോ. അടുത്ത മൂന്നാമത്തെ നിയമം, ദ സ്റ്റാമ്പ് ആക്ട് ഓഫ് 1765 ഇൻസിസ്റ്റഡ് ദ ഡീഡ്സ് ഓഫ് വിൽ, ലീഗൽ ഡോക്യുമെന്റ്സ് ആൻഡ് പാംപ്ലെറ്റ് ബി മാർക്ക്ഡ് വിത്ത് എ ഫിക്സഡ് വാല്യൂ സ്റ്റാമ്പ്. An additional tax was imposed to recoup the cost of protecting the colonies from French attack. എന്ന് വെച്ചാൽ 1765 സ്റ്റാമ്പ് നിയമം അനുസരിച്ച് വിൽപത്രങ്ങൾ, കേട്ടോ, ഡീഡ്സ് എന്തൊക്കെയാണ്? വിൽപത്രങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, ലേഖങ്ങൾ, ഇതിൻ്റെ എല്ലാം മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ സ്റ്റാമ്പ് ആക്ട് ഓഫ് 1765 ഇൻസ്റ്റഡ് ദാറ്റ് ഡീഡ്സ് ഓഫ് വിൽ, ലീഗൽ ഡോക്യുമെന്റ്സ്, പാംപ്ലെറ്റ്സ്, അതാണ് ഇവിടെ വിൽപത്രങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, ലഘുലേഖകൾ എന്നിവയിൽ നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് പതിക്കണമെന്ന് അവർ നിഷ്കർഷിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ ആ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് വേണം കൊടുക്കാൻ. പിന്നെ ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്ന് കോളനിയെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചെലവായ തുക തിരിച്ചു പിടിക്കുന്നതിനെയാണ് ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്ന് കോളനിയെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചിലവായ തുക തിരിച്ചു പിടിക്കുന്നതിനായാണ് അധിക നികുതി ഏർപ്പെടുത്തിയത്. കേട്ടോ, ഈ ജനരോഷം ഇങ്ങനെ അങ്ങോട്ട് കൂടിയപ്പോൾ 1766 എന്തെന്നറിയോ, ഈ നിയമം പിൻവലിച്ചെങ്കിലും കോളനിയിൽ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെന്റിൽ തന്നെ നിക്ഷിപ്തമായി. ഈ ആൾക്കാരെല്ലാം കൂടെ ബഹളം വെച്ചെങ്കിൽ തന്നെയും 1766 ഈ നിയമം അങ്ങ് പിൻവലിച്ചു. ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞ 3-4 നിയമങ്ങൾ പറഞ്ഞല്ലോ, ഇതെല്ലാം അങ്ങ് പിൻവലിച്ചെങ്കിലും കോളനിയിൽ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം, കോളനിയിൽ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം ആരാ? ബ്രിട്ടീഷ് പാർലമെന്റിൽ നിക്ഷിപ്തമായി. കേട്ടോ, എന്തൊക്കെ നിയമങ്ങളായിരുന്നു പറഞ്ഞത്? ഒരു കോളനിയിൽ നിന്നും വേറൊരു കോളനിയിലോട്ട് പോകാൻ നേരം ഒന്നുകിൽ നിങ്ങളുടെ സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളനിയുടെ തന്നെ കപ്പലിലോ മാത്രമേ കൊണ്ടുപോകാവൂ എന്നായിരുന്നു ആദ്യത്തേത്. രണ്ടാമത് പറഞ്ഞ കമ്പിളിയോ, പുകയില, കപ്പലിൻ്റെ പായ എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ കൊണ്ടുപോകൂ, അല്ലേ, യൂറോപ്പിലോട്ട് അയക്കാവൂ. ഇനി യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നത് ഇംഗ്ലണ്ട് വഴി, അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവഴി മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. മൂന്നാമത് പറഞ്ഞത് നിങ്ങൾക്ക് വിൽപത്രങ്ങളോ അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും ഡോക്യുമെന്റ്സുകൾ ഉണ്ടെങ്കിൽ അതിലെല്ലാം സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം. കേട്ടോ, ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. കേട്ടോ, ഓക്കെ. 7ാമത്തെ അടുത്തത്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇവിടെ ഈ ഒരു പേജിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബോസ്റ്റൺ തേയില സംസ്കാരം എന്ന് പറയുന്ന ഒരു പടം കണ്ടോ? ബോസ്റ്റൺ തേയില സൽക്കാരം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന നോർത്ത് പ്രഭു 1773 തേയില നിയമം നടപ്പാക്കി. കോളനി നിവാസികളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ അവർ നിർബന്ധിക്കുന്നതായിരുന്നു ഈ നിയമം. തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറിപ്പറ്റിയ പ്രതിഷേധകർ ഈ തേയിലപ്പെട്ടികൾ കടലിലേക്ക് അവർ വലിച്ചെറിഞ്ഞു. ഈ സംഭവമാണ് ബോസ്റ്റൺ തേയില സൽക്കാരം എന്ന പേരിൽ അറിയപ്പെട്ടത്. കേട്ടോ, അത് ചിലപ്പോൾ ഒരു മാർഗിനെങ്ങാനും ചോദിക്കും, എന്തുവാണ് ഈ തേയില? അപ്പം നിങ്ങൾ തേയിലയെക്കുറിച്ചൊന്നും ഇതുവരെ ഞങ്ങൾ പഠിച്ചില്ലല്ലോ എന്ന് പറയരുത്. കേട്ടോ, ബ്രിട്ടീഷിലെ പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു, ആ പേര് ഓർത്ത് വെച്ചേക്കണേ, നോർത്ത് പ്രഭു 1773 തേയില നിയമം നടപ്പാക്കി. കോളനി നിവാസികൾ എന്ന് വെച്ചാൽ അവരുടെ സാധനങ്ങൾ അവർ കോളനിയിലെ വണ്ടിയിലോ മറ്റവരുടെ ബ്രിട്ടീഷുകാരുടെ വണ്ടിയിലോ മാത്രമേ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞില്ലേ. ഇവരെ കോളനി നിവാസികൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതായിരുന്നു ഈ നിയമം. തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചിട്ട് കയറിപ്പറ്റിയ ഈ പ്രതിഷേധക്കാർ ഈ തേയിലപ്പെട്ടികളെല്ലാം കടലിൽ വലിച്ചെറിഞ്ഞു. ഈ സംഭവത്തെ നമ്മൾ ബോസ്റ്റൺ തേയില സൽക്കാരം എന്ന് അറിയപ്പെട്ടു. കേട്ടോ, ഈ ലെഫ്റ്റിലും റൈറ്റിലും ടെസ്റ്റിൽ കിടക്കുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നെ പോകണം. കേട്ടോ, അപ്പോൾ ഇനി അടുത്ത നമ്മൾ 8ാമത് പഠിക്കുന്നത്
കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാൽ എന്താണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാൽ എന്താണ്? ഒപ്പോസിഷൻസ് ടു ദ ലോസ് ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ ദ അമേരിക്കൻ കോളനീസ് ലെഡ് ടു എ ഗ്രോവിംഗ് സെൻസ് ഓഫ് യൂണിറ്റി എമംഗ് ദ കോളനീസ്. As a result of this unity, representatives of the colonies met in ഫിലാഡൽഫിയ. ഇനി ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഫിലാഡൽഫിയ. ദിസ് ആൾസോ നോൺ ആസ് ദ കോണ്ടിനെന്റൽ കോൺഗ്രസ്. Oppositions to the laws imposed by the British government in the American colonies led to the growing sense of unity among the colonies. As a result of this unity, representatives of the colonists met in Philadelphia. This is also known as the Continental Congress. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം വളരുന്നതിന് ഇടയാക്കി. ഈ ഐക്യബോധത്തിൻ്റെ പരിണിത ഫലമായി ഫിലാഡൽഫിയയിൽ കോളനിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഇത് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെട്ടു. മലയാളം കണ്ടല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? ഇത് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചേ. ഈ ഫിലാഡൽഫിയയിൽ കോണ്ടിനെന്റൽ കോൺഗ്രസിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. കോണ്ടിനെന്റൽ കോൺഗ്രസ്സിലെ അതായത് ഫിലാഡൽഫിയ കോൺഗ്രസ് സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ. അതിൽ ഒന്നാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഫിലാഡൽഫിയ കോൺഗ്രസ് സെക്ഷൻസ്. ഒന്നാമത്തെ ഫസ്റ്റ് ഫിലാഡൽഫിയ കോൺഗ്രസ് 1774 ഡേറ്റ് പഠിച്ചു വെച്ചേക്കണേ. ഒന്നാമത്തെ ഫിലാഡൽഫിയ കോൺഗ്രസ് 1774 അവിടെ എന്താ അന്നേരം നടന്നത്? 12 കോളനി മുമ്പ് നമ്മൾ പഠിച്ചു അല്ലേ? 12 കോളനീസ് എക്സ്പെക്റ്റ് ജോർജിയ പാർട്ടിസിപ്പേറ്റഡ്. ജോർജിയ ഒഴികെയുള്ള മൊത്തം 13 കോളനിയാണെന്ന് ഓർത്തോണം. അതിൽ ജോർജിയ ഒഴികെയുള്ള 12 കോളനികളും ഈ ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ പങ്കെടുത്തു. It was decided to suspend trade with British until the grievances were resolved. പേരൊക്കെ നോക്കണേ നിങ്ങൾ കേട്ടോ. പരാതികൾ പരിഹരിക്കപ്പെടുന്നവരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നടത്തിവെക്കാൻ തീരുമാനിച്ചു. പരാതികളൊക്കെ പരിഹരിക്കപ്പെടുന്നത് വരെ, എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നത് വരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തിവെക്കാൻ ഇവർ തീരുമാനിച്ചു. ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1774 മൊത്തം 13 കോളനിയിൽ 12 കോളനികൾ, ജോർജിയ മാത്രം അതിൽ പങ്കെടുത്തില്ല. ബാക്കി 12 കോളനികളും പോയി ഒന്നാം ഫിലാഡൽഫിയയിൽ പോയി പങ്കെടുത്തു. അവർ പരാതികൾ ഇങ്ങനെ പറഞ്ഞപ്പം ഈ പരാതികൾ പരിഹരിക്കപ്പെടുന്നത് വരെ ബ്രിട്ടനുമായുള്ള ഒരു വ്യാപാരവും നിർത്തിവെക്കാൻ ഇവരങ്ങ് തീരുമാനിച്ചു. ഇത് ഒന്നാമത്തേലാണ്. അപ്പോൾ രണ്ടാമത്തേലോ നിങ്ങളെ, രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിലോ അത് തൊട്ട് അടുത്ത വർഷം 1775 രണ്ടാമത്തേൽ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻസ് വാസ് സബ്മിറ്റഡ് ബിഫോർ ദ കിങ് ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. ആർക്കാ? ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. ജോർജ് വാഷിംഗ്ടൺ വാസ് അപ്പോയിന്റഡ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ അമേരിക്കൻ ആർമി. ജോർജ് വാഷിംഗ്ടനെ അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായിട്ട് അങ്ങ് നിയമിച്ചു. വാർ വാസ് ബ്രിട്ടൻ കമൻഡഡ്. ബ്രിട്ടനുമായിട്ട് യുദ്ധവും ആരംഭിച്ചു. രണ്ടാമത്തേതിലാണ് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 3 സെൻറ്റൻസ് ഉണ്ട്. ഒന്നാമത്തേതിൽ 12, ജോർജിയ ഒഴിച്ച് മറ്റേ 12 എണ്ണവും പോയി പങ്കെടുത്തായിരുന്നു. നിങ്ങൾ പരാതികളൊക്കെ പരിഹരിക്കപ്പെടുന്നത് വരെ ബ്രിട്ടനുമായിട്ട് വ്യാപാരം നിർത്തിവെക്കാൻ അവർ തീരുമാനിച്ചായിരുന്നു. രണ്ടാം ഫിലാഡൽഫിയയിലെങ്കിൽ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻസ്, ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. ഈ ജോർജ് വാഷിംഗ്ടനെ അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായിട്ട് നിയമിച്ചു. ബ്രിട്ടനുമായിട്ട് യുദ്ധവും രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ നടന്നു. ഇനി മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിലോ അത് അടുത്ത വർഷം, അതിൻ്റെ പിറ്റേ വർഷം ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് ഇഷ്യൂഡ്. ഇറ്റ് വാസ് ഡ്രാഫ്റ്റഡ് ബൈ തോമസ് ജെഫ്രിൻ. അതായത് പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അതിൽ നടത്തി. ഇത് എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ കേട്ടോ. തോമസ് ജെഫേഴ്സൺ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. 10ാമത്തെ ചോദ്യം, അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഒന്ന് എഴുതിയേക്കാനാവും നിങ്ങൾ.
അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകരും അവരുടെ ആശയങ്ങളും എഴുതാൻ. ഫിലോസഫേഴ്സ് ആൻഡ് ദെയർ ഐഡിയ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ അമേരിക്കൻ പീപ്പിൾ. ഒന്നാമത്തെ, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഓട്ടിസ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, ജെയിംസ് ഓട്ടിസ്. ഇറ്റ് ഈസ് പ്രുഡൻറ്റ് ഫോർ ദ അമേരിക്കൻസ് ടു സെപ്പറേറ്റ് ഫ്രം ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം. നിങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. PAINE പെയിൻ ആണ്. മൂന്നാമത് ഒരാളൂടുണ്ടോ നിങ്ങളെ? ദ മാൻ ഹാസ് എ സർട്ടൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു വയലേറ്റ് ദം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. എല്ലാ മനുഷ്യർക്കും അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഒന്നും അവകാശമില്ല. അത് പറഞ്ഞ ആരാ? ജോൺ ലോക്ക്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ആൻസർ ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? ഈ 10 എണ്ണവും നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഞാൻ കുറേ ഇപ്പോൾ 50 എണ്ണം തന്നെന്ന് വിചാരിച്ച് നിങ്ങളത് പഠിക്കണമെന്നില്ലല്ലോ, അല്ലേ? ഉണ്ടോ? നിങ്ങളത് എഴുതിയെടുക്കണമെന്നില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നോക്കി ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആൻസർ ആണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളത് എഴുതിയിട്ടിട്ട് കമൻറ്റ് പറയണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം നിങ്ങൾ കേട്ടോ. നമ്മുടെ ക്ലാസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. 1, 2, 3 ക്ലാസ് കൂടെ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ആവും കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.